ഏഷ്യ ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. വ്യത്യസ്തമായ ജീവിതകഥകൾ, വ്യത്യസ്തമായ വിജയകഥകൾ, വ്യത്യസ്തത നിർമ്മിച്ചുള്ള വ്യക്തിത്വങ്ങൾ, ഇതൊക്കെയാണ് ഏഷ്യ ലൈവിൽ കൂടി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നതും മറ്റാരുമല്ല, ഗർഗാഷ് ഇൻഷുറൻസിന്റെ ഹെഡും അതുകൂടാതെ തന്നെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് നോർക്കയുമായിട്ടുള്ള ശ്രീ OV മുസ്തഫയാണ്. സോ ഇന്ന് സാറിന്റെ വിജയകഥകളാണ് നിങ്ങൾ ഏഷ്യ ലൈവിലോടുകൂടി കേൾക്കാൻ പോകുന്നത്. നമസ്കാരം സർ. നമസ്കാരം. സാറിന് ഒരു 26 വർഷത്തെ ജീവിതാനുഭവം പറയാനുണ്ടായിരിക്കും ഈ മണ്ണിൽ, അല്ലെ? സോ എങ്ങനെയാണ് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു യാത്ര? 26 വർഷം ഈ കമ്പനി തുടങ്ങിയിട്ടാണ്. ഞാനിവിടെ വന്ന് 40 വർഷമായി. 40 വർഷം കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ കോളേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. എല്ലാ പ്രവാസികളും പോലെ ജോലി തേടിക്കൊണ്ട് ഇവിടെ വരുന്നു. ജോലി തേടിയാണ് സാർ ഇങ്ങോട്ടേക്ക്? അതെ അതെ അതെ. ഇവിടെ വന്നതിന് ശേഷമാണ് ഗർഗാഷ് ഇൻഷുറൻസ്. അത് എത്രയോ കണ്ടം കഴിച്ചു. ഇപ്പോൾ 26 എന്ന് വെച്ചപ്പോൾ 44 വർഷമായി. അപ്പോൾ അത്രയും വർഷം ജോലി ചെയ്തിരുന്നു. കമ്പനി തുടങ്ങിയിട്ട് 25 കഴിഞ്ഞു. 26 വർഷമാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപാട് ചെയ്തിരുന്ന ജോലി ആദ്യത്തെ ജോലി ബാങ്ക് ഓഫ് ഒമാനിലായിരുന്നു, വിച്ച് ഇസ് ടുഡേസ് മഷ്റഖ് ബാങ്ക്. ഐ ആം എ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ മസ്കറ്റിലേക്ക് പോയി. ഞാൻ വർക്ക് ഇൻ മസ്കറ്റ് വിത്ത് എ കൺസൾട്ടിങ് ഫേം. കാരണം ആ സമയത്ത് മസ്കറ്റിലായിരുന്നു ഇവിടുത്തെ കണ്ടി ശമ്പളം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അവിടുന്ന് ഞാൻ then I moved on to insurance. Then in 79 I came to UAE again, working for an insurance company. I was working, ഞാൻ അബുദാബിയിലായിരുന്നു 79 വന്നത്. 84 വരെ അബുദാബിയിൽ. 85 മുതൽ ഞാൻ ദുബായിൽ വന്നു. 90 ഒരേ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷേ ആ കമ്പനീസ് നമ്മളറിയാലോ, മെർജേഴ്സ് ആൻഡ് എക്വിസിഷൻസ്. സോ കമ്പനീസിൻ്റെ പേരൊക്കെ മാറുമെങ്കിലും ഐ വാസ് വിത്ത് ദി സെയിം ബേസ് കമ്പനി, ബട്ട് ദാറ്റ് കമ്പനി ഹാസ് അക്വയർഡ്, ഗ്രോൺ ആൻഡ് ഓൾ ദാറ്റ്. 90 I reached the peak of my career by 89. അപ്പോൾ അതിൻ്റെ ഭാഗം നിലയ്ക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റും പേഴ്സണൽ സ്റ്റഡീസും ഒക്കെ നടത്തി. ആക്ച്വലി UAE നിന്നുള്ള ആദ്യത്തെ ക്വാളിഫൈഡ് ഫെലോ ഓഫ് ദി ചാർട്ടേഡ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടൻ ഞാനായിരുന്നു. ദി ഫസ്റ്റ് വൺ ഫ്രം ദി UAE ടു ഹാവ് ക്വാളിഫൈഡ്. അപ്പോൾ അങ്ങനെ then I became the head of Middle East operations for a multinational. 89. 94, 92, 93 ഒക്കെ ആയപ്പോൾ there's no more challenge in the job. If I need to grow in my career, I need to relocate. To me, with my family, with my 2 daughters, Dubai was home. So I started looking at what are the options. And so started Gargash Insurance. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാർ പറയുന്ന ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ വർക്ക് ചെയ്ത് വന്നിട്ട് ഫൈനലി ആ ഒരു ഗർഗാഷ് ഇൻഷുറൻസ് ഇതായിരിക്കും എൻ്റെ മേഖല എന്ന് ഡിസൈഡ് ചെയ്തൊരു മൊമെന്റ്? അല്ല, I got into insurance as early as late 70s. So insurance has been, if you ask me what do I know insurance better than anything else. So insurance has been my profession and my career. അപ്പോൾ അതിൻ്റെ ഭാഗം എന്ന നിലക്കാണ് ഗർഗാഷ് ഇൻഷുറൻസും വരുന്നത്. അല്ലാതെ ഞാനൊരു ഗ്രീൻ ഫീൽഡായിട്ടുള്ള അറിയാത്ത പരിചയമില്ലാത്തൊരു രംഗത്ത് വന്നിട്ടൊരു സ്ഥാപനം തുടങ്ങുകയല്ലേ. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ്, ഐ ഹാവ് ബീൻ ഡൂയിങ്. ദാറ്റ്സ് വേർ മൈ നോളജ് ആൻഡ് എക്സ്പെർട്ടീസ് കെയിം ഇൻ. അപ്പം ഇത്രയും നാൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ സാർ അതിൻ്റെ ഒരു ബാക്ക് സോഴ്സ് സാറിന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് അത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ? UAE തന്നെയായിരിക്കും എൻ്റെ ബെസ്റ്റ് പ്ലേസ് എന്ന് തോന്നാനുള്ള കാരണം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന് വി ഹാവ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ. ഇന്ത്യയിൽ ഇൻഷുറൻസ് കമ്പനിയൊക്കെ നാഷണലൈസ്ഡ് ആയിരുന്നു. 90 കൂടിയിട്ടാണ് ഇന്ത്യ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഓപ്പണിംഗ് അപ്പ് ദി ഇന്ത്യൻ ഇൻഷുറൻസ് മാർക്കറ്റ്. And I was working for a multinational company. We were the listening post for India, getting what's happening and feeding it back to head office. And I was tipped to go to India to head its India operations. But it was getting delayed. I was willing to go,
to me. But then this is where, India was taking too long, nothing was happening. India opened in 2000. Nothing was happening till then. I was thinking by 95, 96 it will open. But 92, 93, you realized this is not happening. Then I looked at options. India, I don't know, there but it was late. And then later, what are the options? We almost by 1999, I was also working, we were also looking at setting up in India. But we were tying up with multinational companies. Changes ഉണ്ടായി ആ ചേഞ്ചസിൻ്റെ ഭാഗം എന്ന നിലക്ക് അവർ ഞങ്ങളുമായിട്ട് കുറേ വർക്ക് പ്രോഗ്രസ് ഉണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് അത് they withdrew from India market. It was too late to rework things. അതുകൊണ്ട് and looking back, yes, it would have been a great opportunity, പക്ഷേ no regrets. സോ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ ഇത്രയും നാളും ഒരു കുറേ ഫേമുകൾ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. സോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് സമയത്ത് സാലറി കിട്ടുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ഒന്നും നേരെ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള. Absolutely. It's like, it is like many people advised me against it. നീക്കുന്ന വട്ടുണ്ടോ, you are at this young age, you are in such a big position. Multinational company, everything is at your footsteps, living in some of the best accommodations, driving the best of cars, having the office, having the market recognition as a young senior insurance. I was perhaps senior most Indian in the insurance industry. So people said, not that these are people who likes me. എന്നോട് ദേഷ്യം കൊണ്ട് പറഞ്ഞ ആളുകളല്ല. പക്ഷെ ഞാൻ പലപ്പോഴും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 5 അടി 6 അടി 7 അടി ഉയർന്നൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചാടും, താഴേക്ക് ചാടും. അതിപ്പോൾ നമ്മൾ 10ാമത്തെ നിലയിൽ നിന്നോ 20ാമത്തെ ചാടാൻ പറഞ്ഞാൽ വി വിൽ ബി വെരി കെയർഫുൾ. നമ്മളതിൻ്റെ ഹാർനസസും അതിൻ്റെ പ്രൊട്ടക്റ്റീവ് തിങ്സും എല്ലാം നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് സ്റ്റുപ്പിഡിറ്റിയാണ്, ഇത് സൂയിസൈഡൽ. So, എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങുമ്പം ഐ ബി ഇവാലുവേറ്റഡ് വാട്ട് ക്യാൻ ഗോ റോങ്, വാട്ട് ക്യാൻ ബി റൈറ്റ്. പക്ഷേ ഓവർ ആംബിഷ്യസ് ആവാതെ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക, ഫോക്കസ് ഓൺ യുവർ എക്സ്പെൻസസ് and do it. And then at the end of the day, okay, there's always a fallback mechanism, because I was a very highly qualified insurance professional. അതുകൊണ്ട് ഇത് ഫെയിൽ ആയാൽ ഐ കുഡ് ഹാവ് ഗോട്ട് എ ജോബ് എൽസ്വെയർ. So there was no worry. I never thought about it, but I knew that I would still be employable at a decent job. വളരെ വളരെ സ്നേഹമുള്ള ആളുകൾ, വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ. പക്ഷെ ആരെങ്കിലും പറഞ്ഞു ധൈര്യമായിട്ട് മുന്നേക്ക് പോയിക്കോളൂ, എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് കോൺഫിഡൻസ്. I must congratulate my wife for that. She is the one who told me, if this is what you want, നിങ്ങൾക്ക് ഇതാ വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ. She did not have any hesitation. And I think for 1 year since I started, within 1 year we were okay. ആദ്യത്തെ ഒരു കൊല്ലം we moved from a home with swimming pool into a 2-bedroom apartment in Karama. Okay. My daughters and my wife made the biggest sacrifices in that 1 year, yes. Family what they are doing. Okay. I am a single child. I don't have any brothers or sisters. Wife, we married at a very early age, and we have 2 wonderful daughters. അവർ ദുബായിൽ നിന്നാണ് കോളേജ് വരെ പഠിച്ചത്. പിന്നെ ഹയർ സ്റ്റഡീസിന് they both went to US. അവർ അവിടെ തന്നെ കല്യാണം കഴിച്ചു. We have 3 granddaughters from 2 of our daughters. And it's actually, I say this, the most gender-biased family is mine. I'm the only male. Of course, my son-in-laws are there.
but both my daughters, granddaughters, and my wife. That is the female proportion in my family. So, sir, നേരത്തെ പറഞ്ഞു വൈഫായിരുന്നു മെയിനായിട്ടും സപ്പോർട്ട് ചെയ്തത്, വൈഫായിരുന്നു പറഞ്ഞത് ധൈര്യമായിട്ട് മുന്നേക്ക് പൊക്കോളൂ. No, she was willing to take the risk. പലരും പറയും എന്തിനാ വെറുതെ നിങ്ങൾ ഇത് ജോലിയൊക്കെ വിട്ടിട്ട് പോകുന്നെന്ന് പറയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഒരു സമയത്ത് ബിസിനസ് ചെയ്യണം എന്നൊരു ഇന്റൻഷൻ മനസ്സിലേക്ക് വരാനുള്ള ഒരു മെയിൻ കാര്യം, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ സാറിനുണ്ടായിരുന്നു? I am an entrepreneur by my DNA. My dad was a businessman. ഞാൻ ഇതിന് മുമ്പും നമ്മൾ പലപ്പോഴും ബിസിനസ്സിൽ, ഞാൻ എപ്പോഴും പറയുന്നതല്ലായിരുന്നു, നമ്മൾ പലപ്പോഴും ബിസിനസ്സിൽ വി ഓൺലി സീ സക്സസസ്, വി ഡോണ്ട് സീ ഫെയിലിയേഴ്സ്. നമ്മൾ ഒരു 5-10 വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കാണും, അതേസമയത്ത് 10-100 പരാജയങ്ങളുണ്ടാവും, നമ്മൾ ആ പരാജയങ്ങൾ നമ്മൾ കാണില്ല. സോ വി ഓൾവേസ് ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഓൾ ദീസ് സക്സസ് സ്റ്റോറീസ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജേർണിയിൽ ഞാൻ കുറേ സെറ്റ് ബാക്സ് ഉണ്ട്. ഞാൻ എന്തെല്ലോ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങി, മസ്കറ്റിലുണ്ടായിരുന്നപ്പോൾ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങി, അത് തുടങ്ങി, ഇത് തുടങ്ങി, അങ്ങനെയൊക്കെ കുറേ കാശൊക്കെ പോയ ആള് ഞാൻ. സോ ഇറ്റ് വാസ് ഇൻ മീ, എൻ്റർപ്രനർഷിപ്പ് വാസ് ഇൻ മീ. സോ ഇപ്പം സാർ പറഞ്ഞു ഈ ചാലഞ്ചിങ് ഫാക്ടേഴ്സ് ഒരുപാട് ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇവിടെ ഇത് ഡ്രോപ്പ് ചെയ്താലോ എന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ I did not run away from my problems. When I had a challenge, when I had a situation, I confronted it. അതാണ് ഉണ്ടായത്, അല്ലാതെ ഇട്ട് ചൂടുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. That was my... So coming to Gargash Insurance, so more than 20 years experience on Gargash nallada. 26 years. 26 years. So insurance company എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം കോമൺ ആണ്, കുറേ കമ്പനീസ് ഉണ്ട്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഇതിൽ നിന്നും ഗർഗാഷിനെ വ്യത്യസ്തമായി മാറ്റി നിർത്തുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഗർഗാഷ് തുടങ്ങാൻ തന്നെയുള്ള കാരണം വ്യത്യസ്തമായിട്ട് മാറ്റുന്നത് കൊണ്ടാണ്. കാരണം as I said, I was working for a multinational as Middle East operations head. So I realized, ഞാൻ മനസ്സിലാക്കി ഏതെല്ലാം രംഗങ്ങളിലാണ് ഇൻഡസ്ട്രിയിൽ, വി ആർ ബ്രോക്കേഴ്സ്, വി ആർ നോട്ട് ഇൻഷുറൻസ് കമ്പനി, ഏതെല്ലാം രംഗത്താണ്, ഏതെല്ലാം സെഗ്മെൻറ്റ്സിലാണ് ഷോർട്ട് ഫോൾസ് ഉള്ളത്. നമ്മുടെ ഓർഗനൈസേഷന് ആ ഷോർട്ട് ഫോളുള്ള സ്ഥലത്ത് പ്രൊഫഷണൽ സർവീസ് കൊണ്ടുവന്നിട്ട് പിച്ച് ചെയ്ത്. സോ ഐ ന്യൂ ദി ഇൻഡസ്ട്രി വെൽ ഇനഫ് ടു സീ ഹൗ ടു പൊസിഷൻ ദി കമ്പനി ഇൻ ദി ഓവറോൾ തിങ്സ്. ഫ്യൂച്ചർ ഓഫ് ഗർഗാഷ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിലുള്ള വലിയൊരു വിഷൻ ഇതാണ് എന്നുള്ളത് നമ്മുടെ ഏഷ്യ ലൈവിൻ്റെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞ സാർ, ഏത് വിഷനായിരിക്കും ഷെയർ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ത്രൂ ദി ചാലഞ്ചസ് ഓഫ് കോവിഡ്. The market is different from what it used to be. So we have 2-3 responsibilities as an organization. First one is towards our employees. Okay. To make sure that we grow revenue, we grow our profits, to give them bigger challenges and jobs. That's our first responsibility. Okay. സോ അതിൻ്റെ കൊലാറ്ററലായിട്ടാണ് ബിസിനസ് ഗ്രോ ചെയ്യുക എന്നുള്ളത്. പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക, പുതിയ മെത്തഡോളജി ഉപയോഗിക്കുക, ടു ഹെൽപ്പ് ദി കസ്റ്റമർ ഡിഫറൻഷ്യേറ്റ് നമ്മുടെ സർവീസും സാധാരണ ആളുകൾ കൊടുക്കുന്ന സർവീസും തമ്മിൽ ഡിഫറൻഷ്യേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിന് അപ്പീൽ ചെയ്താൽ മാത്രമല്ലേ കസ്റ്റമേഴ്സ് വരുള്ളൂ. സോ ഡു ദാറ്റ്. ദാറ്റ്സ് ദി ഫോർത്ത് തിങ് ഇസ് ടു make profits. So എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഗാഷിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഉണ്ട്. We have a very clear roadmap which we're just rolling out as we talk. We have created a new tier of young managers. None of us are getting younger. Yeah. So we have done that. We are rolling that out. And there's a lot of energy now in the scheme of things that we are doing. അതുകൊണ്ട് തന്നെ നമ്മൾ തോന്നുന്നു in the next 4 to 5 years, we will be twice the size that we are today. And we will be adopting technology much more, and at least 30-40% of our employees will be working from home. Working from home. Okay. ഈ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഫ്യൂച്ചർ ഗോൾ എന്നുള്ള രീതിയിൽ ദാറ്റ്സ് വി ആർ റോളിംഗ് ഔട്ട് ഓൾറെഡി. നമ്മൾ ബൈ ഡിസംബർ ആകുമ്പോഴേക്ക് we will vacate some office space. Okay. And
we are moving in a big way into working from home. So, in 26 years of journey, what are the like മറക്കാൻ പറ്റാത്ത recognition എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? You see, I mean, that's why we are where we are. Suddenly പറയാൻ പറ്റുന്ന That's why where we are. I remember in 1994, as I said, I started with 2 people, 3 people. The first person I appointed was an accountant because I believed in financial discipline. And then 2 other people working with me. അപ്പോൾ ആ സമയത്ത് because they were very big clients. I wouldn't want to name the client. പക്ഷെ അവർക്കൊരു വലിയ ക്ലെയിം വന്നു. And it was involving another insurance company and them and another international firm of loss adjusters. വലിയ ക്ലെയിം ആയിരുന്നു. അപ്പോൾ and I knew the CEO from my old job. So he called me up one day and said, Mustafa, I want you to come and talk to you about a claim we have. So I looked at it. He said, they are denying liability. Let me study and come back. So I did the study. I told him I think you can get the money. So I helped him get the money. Then he called me up. He gave me a check of 50,000 dirhams. Okay. So I told him, I don't want this. Thank you very much. If you think I'm competent, appoint me as your insurance broker. Okay. Even today, 25 years now, they're still our clients. Still your client. Okay. A big company, one of the big companies here. Okay. So that was one story which I can say. Milestones were even the most important milestone was when we were the first one. Yeah, I think still today we are the only one accredited by Chartered Insurance Institute London as a chartered insurance broker. It's like gold standard in insurance broking. We got this in 2008 or something. That's 12 years now. Every year, okay, we have to go through all compliances, everything. We have been able to retain that chartered title, which was very, very important recognition for us. And then growing, becoming one of the largest national broker is indeed a pride for all of us. Okay. Many things, you will have many such stories going ahead, but yes. സക്സസ് സ്റ്റോറീസിൽ നിന്നും ഞാനൊരു 4 ക്യാരക്ടേഴ്സിനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് ഇന്നും എൻ്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരാണ് എൻ്റെ ഫുൾ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു 4 പേര് റാൻഡംലി പറയാൻ പറ്റുമോ? റാൻഡംലി അല്ല, വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ ബിസിനസ് പോകുമ്പോൾ എൻ്റെ കീഴിൽ വർക്ക് ചെയ്ത 2 ആളുകളുണ്ടായിരുന്നു. They both are my partners. Okay. Even and as I was leaving, I told them, we can't take you on board. They realized it, but we had an agreement saying that they'll join me in a year and a half. So in 2 years' time, they both came on board. They are still my business partners. Okay. And that is then the rest of my team, all of them. Okay. If you want to take out the names. Rajendran, who's deputy to me, and Mr. Jairaj. And then we also added one more person subsequently. He was an employee, but he's now a practicing a stakeholder. This is Mr. Suresh Nair. Okay. These 4 പേരും. So Norka'യുടെ more updates and implementations എന്തൊക്കെയാണ്? Norca, I'm sure you know this. During the pandemics, we did extremely extensive work here throughout GCC, globally actually, to help standard Pravasis to get home, to get things sorted out. With AKMG, we even ran a medical call center because there were many people who were concerned about it. We had liaison with hospitals, everything. We worked very closely with Aster, a lot of DHA and all that, so as Dorka. And with the Indian consulate, it was very, very helpful for us here, and Indian missions across GCC has helped us. ഇപ്പം നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ, അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദി ഇക്കണോമിക് സിനാരിയോ, ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ് ബാക്ക്, പല ആളുകളും പോയിട്ടുണ്ട്. അവർക്ക് ജോലിയുടെ പ്രശ്നമുണ്ട്. അതിനിപ്പം നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല,
നോർക്ക സ്റ്റാർട്ടഡ് ND-PREM എന്ന് പറഞ്ഞാൽ റിട്ടേണിങ് എക്സ്പാട്രിയേറ്റ്സിനുള്ള ലോൺ ഫെസിലിറ്റീസ് ചെയ്തിട്ടുണ്ട് അപ് ടു 30 lakhs. ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സുമായിട്ടാണ് അതിൻ്റെ പ്രോജക്റ്റ് സ്റ്റഡീസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ബിഫോർ ദിസ് 800 പ്രവാസീസ് ഗോട്ട് റീഹാബിലിറ്റേറ്റഡ് ദാറ്റ് വേ. അത് പാൻഡമിക്കിന് മുമ്പുള്ള പറഞ്ഞത്. ഇപ്പോൾ ദിസ് ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. അത് ഇപ്പോൾ അത് കുറേ കൂടി ഇതാണ്. പിന്നെ ഇപ്പം തന്നെ നിങ്ങൾ അറിയുമെന്നറിയില്ല, ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് അനൗൺസ്ഡ് അണ്ടർ നോർക്ക സ്കീം ഈ മാവേലി സ്റ്റോഴ്സ് ഇല്ലേ, അതിൻ്റെ ഫ്രാഞ്ചൈസസ് കൊടുക്കുന്നുണ്ട് പ്രവാസികൾക്ക്, റിട്ടേൺഡ് പ്രവാസികൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലുള്ള കുറേ ദേ ക്യാൻ ടേക്ക് ദ ഫ്രാഞ്ചൈസ് ആൻഡ് റൺ ഇറ്റ്. അത് പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യം. അതുപോലുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോർക്കയുടെ കീഴിലാണ് ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിങ്സ് വന്നിരിക്കുന്നത്, OKIs എന്ന് പറയും. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഇസ് ദി ചെയർമാൻ, ഐ ആം ദി വൈസ് ചെയർമാൻ. അതിൽ നമ്മൾ ഈ പ്രവാസികളുടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കോവിഡ് വന്നിട്ടാകെ ഇതായതാണ്, ബട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റിംഗ് സ്മോൾ ബിഗർ പ്രോജക്ട്സിൽ സ്മോളർ ഇൻവെസ്റ്റേഴ്സിന് ഇൻവോൾവ് ചെയ്യാനുള്ള കുറേ പദ്ധതികളായിട്ട് ഞങ്ങൾ പുറത്ത് വി ആർ റോളിങ് ഔട്ട്. സോ കോവിഡ് ഇസ് ഡിലേയിങ് എ ലിറ്റിൽ ബിറ്റ്, പക്ഷേ അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ ടു മേക്ക് ഷുവർ ദാറ്റ് പ്രവാസി അവരെ അപ്സ്കില്ലിങ് അതൊക്കെ ചെയ്യുന്നുണ്ട്. സോ പ്രവാസികൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനുള്ള എല്ലാ പ്രവർത്തനമായിട്ട് നോർക്ക ഫുൾ ഗിയറിൽ മുന്നോട്ട് പോകും. നമുക്ക് ഗർഗാഷിനെ ഒരു സൈഡിലേക്ക് വെക്കാം, നോർക്കേനെ മറ്റൊരു സൈഡിലേക്ക് മാറ്റാം. സോ ഈ ഒരു രണ്ട് ഫാക്ടേഴ്സും കഴിഞ്ഞാൽ സർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ എം വെരി മച്ച് ഇൻ ടു സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ ഐ എം ദി ചെയർമാൻ ഓഫ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ബാക്ക് ഇൻ കേരള. മലബാർ ക്യാൻസർ സെൻ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ വരുന്ന ക്യാൻസർ പേഷ്യൻസിന് അവരെ ഹോസ്പിറ്റലിൻ്റെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ടവരെ വരുന്നത്, കാശുള്ളവരൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോകും. ബട്ട് യു നോ അവർ കാച്ച്മെൻറ്റ് ഏരിയ ഇസ് ഫ്രം പാലക്കാട് ടു മംഗലാപുരം. ദിസ് ഇസ് ബേസ്ഡ് ഇൻ തലശ്ശേരി. സോ വളരെ പാവപ്പെട്ടവർ 50,000 60,000 ആക്റ്റീവ് ഫയൽസ് ഉണ്ട് മലബാർ ക്യാൻസർ സെൻ്റർ. ഓക്കെ, അതിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് വരുന്ന ആളുകളുണ്ട്. സോ അതൊരു പല ആളുകൾക്കും ഈ കീമോ ചെയ്യാൻ വരുമ്പോൾ 2 ദിവസം മുമ്പ് വരണം, ഇല്ലേ കീമോ കഴിഞ്ഞാൽ they have to wait for the next chemo after 1 week. അപ്പോൾ അവർക്കൊന്നും അവിടെ ആ സ്ഥലത്തൊന്നും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല സ്റ്റേ ചെയ്യാനുള്ള. സോ വി ബിൽറ്റ് എ സെൻറ്റർ. നൗ ഇറ്റ് ഹാസ് 60 beds. അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട്, നോട്ട് 1 rupee ചാർജ്ഡ്, ഡീസൻ്റ് ആയിട്ടുള്ള അവർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അക്കോമഡേഷൻ, ഫുഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് വാട്ട് വി ആർ. നമ്മൾ കുറച്ചും കൂടി അത് ആളുകൾ കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോറും കൂടി എടുക്കാനുള്ള ശ്രമത്തിൽ അതിപ്പം അഗെയിൻ മഴയും വന്നു, കോവിഡും വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വി വുഡ് ഹാവ് ബിൽറ്റ് ദാറ്റ്. പല ആളുകളും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ദി കീ. ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന യാത്ര ഐ എം എ ട്രാവൽ ബഗ്. അത് ഐ ഹേറ്റ് ദിസ് കോവിഡ്. കാരണം മക്കളുടെ അമേരിക്കയിൽ മിക്കവാറും എൻ്റെ 3 ഗ്രാൻഡ് ഡോട്ടേഴ്സിൻ്റെ ബർത്ത്ഡേക്കും പോകും. അപ്പോൾ 3 ട്രിപ്പായില്ലേ മിനിമം. പിന്നെ ഐ ട്രാവൽ അറൗണ്ട് യൂറോപ്പ്. ഐ ലവ് ടു ട്രാവൽ. ഐ എം നെവർ സ്റ്റക്ക് ഹിയർ ഫോർ മാക്സിമം 1 month. ഒരു മാസത്തിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചാടും. മീ ആൻഡ് മൈ വൈഫ് മോസ്റ്റ്ലി ടുഗദർ. സോ ഐ ലവ് ട്രാവലിംഗ്. ട്രാവൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തൊരു ഫാക്ടർ അങ്ങനെ എന്തെങ്കിലും? Traveling itself is an inspiration. Traveling, seeing people, knowing cultures, everything is an inspiration. അങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മളറിയാതെ തന്നെ നമ്മൾ പലതും നമ്മൾ അബ്സോർബ് ചെയ്യും. So that's part of your personality development. You do not know whether it was a visit in China or in Switzerland or in America or in Far East or in Bali. What have you learned എന്നുള്ളത് നമ്മൾ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും നമ്മുടെ തിങ്കിങ് പ്രോസസ്സിലും വരുന്ന കാര്യമാണ്. അല്ലാതെ ഒരു ഇവൻ്റ് എടുത്തിട്ട് അതിനുള്ളൊരു ഒന്നുമില്ല. പക്ഷേ ഐ നോ ഓൾ ദിസ്, ഈവൻ യുവർ ഫെലോ പാസഞ്ചർ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു ഹിം, ഓൾ ദാറ്റ് adds to your personal development, knowledge, your enlargement of your vision. Yes.
ഏഷ്യ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ അവർക്ക് ഇതുപോലെ തന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ബാക്കിലേക്ക് അവരെ വലിക്കുന്നതായിട്ടല്ല. അപ്പോൾ അവരോട് പറയാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷണൽ വേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡു യുവർ ഹോംവർക്ക്. അതാണ് എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും ഒരാളുടെ സക്സസ് കണ്ടിട്ട് ആ ബിസിനസ് തുടങ്ങാൻ നിൽക്കരുത്. ആ ബിസിനസ്സിൽ എത്ര ആൾ ഫെയിൽ ചെയ്തെന്ന് ആദ്യം പഠിക്കുക, എന്തുകൊണ്ട് ഫെയിൽ ചെയ്തെന്ന് പഠിക്കുക. Then it will give you a fair idea whether you can succeed or fail, and then understand how you are going to go about it. Just because somebody else has been successful, their formula is good for them, it may not be good for you. അത് മനസ്സിലാക്കിയിട്ട് മോർ ദാൻ ഒരു ഇൻഡസ്ട്രി എടുത്താലും ഒരു ബിസിനസ് ഒരു ട്രേഡ് എടുത്താലും ഒരു റെസ്റ്റോറൻറ്റ് എടുത്താലും എത്ര റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെട്ടു നോക്കുക, എന്തുകൊണ്ട് പരാജയപ്പെട്ടു നോക്കുക. സോ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് ദാറ്റ് and then address that, then you can be a better entrepreneur. വളരെ ക്രിസ്പായിട്ടുള്ള ഒരു മെസ്സേജാണ്. അത് സ്വന്തം ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് പറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നതുകൊണ്ട്. സോ ആസ് എ പേഴ്സൺ ഞങ്ങളൊരു 2 സെൻറ്റൻസിൽ സർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഹൗ യു വിൽ ഡിഫൈൻ യുവർ സെൽഫ്? എന്നെ ഡിഫൈൻ ചെയ്യേണ്ടത് ഞാനല്ല, എന്നെ ഡിഫൈൻ ചെയ്യേണ്ടത് ഞാനുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന സൊസൈറ്റിയാണ്. ബട്ട് ഐ വുഡ് വോണ്ട് ടു ബി നോൺ ആസ് സംബഡി ഹൂസ് എംപത്തറ്റിക് ടു ദി സൊസൈറ്റി, ഹൂസ് സെക്യുലർ ടു ദ കോർ and a progressive person. So thank you so much sir. ഇത്രയും നേരം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് ഏഷ്യ ലൈവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. ഇത്രയും നേരം നമ്മുടെ ഏഷ്യ ലൈവിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, ഗർഗാഷ് ഇൻഷുറൻസിന്റെ ഹെഡും അതുകൂടാതെ തന്നെ നോർക്കിയുടെ വൺ ഓഫ് ദ ഡയറക്ടറുമായിട്ടുള്ള ശ്രീ OB മുസ്തഫ ആയിരുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. Thank you so much. Thank you for the opportunity.